Nios Max class 10 chapter 6 quadratic equations part 3 solution of a quadratic equation. നമ്മൾ കഴിഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ആദ്യ മെത്തേഡായ ഫാക്ടർ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. Quadratic formula. Now you will learn to find a formula to find the solution of a quadratic equation. For this we will write the general quadratic equations x square plus bx plus c is equal to 0 by completing the square. ഇതിലൂടെ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് ആവശ്യമായ ഒരു ഫോർമുലയാണ് നമ്മൾ ഇപ്പോൾ ബിൽഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഇക്വേഷനായ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഇക്വൽ ടു 0 എന്നുള്ളതിനെ നമ്മൾ അതിൻ്റെ എ എക്സ് സ്ക്വയർ അതിൻ്റെ സ്ക്വയർ എന്ന ഇത് കംപ്ലീറ്റായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു 4a എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാ സംഖ്യകളും 4a എന്നുള്ളതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എ എക്സ് സ്ക്വയർ എക്സ് മാത്രമേ സ്ക്വയർ ഉള്ളൂ. അപ്പോൾ എല്ലാറ്റിനും ഈ സ്ക്വയർ കംപ്ലീറ്റായി ലഭിക്കുന്നതിന് വേണ്ടി 4a എന്നുള്ള ടേം നമ്മൾ എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 4a ടു മേക്ക് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എ പെർഫെക്റ്റ് സ്ക്വയർ ഓഫ് എൻ ഈവൻ നമ്പർ. അപ്പോൾ നമുക്ക് ഈ എക്സ് സ്ക്വയറിൻ്റെ ഈ കോഎഫിഷ്യൻ്റ് ഒരു പരിപൂർണ നമ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 4a എന്നുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4a എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. രണ്ട് സൈഡിലും നമ്മൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ 4a എക്സ് സ്ക്വയർ 4a എന്നുള്ള ഈ എക്സ് സ്ക്വയറിനോട് കൂടെ 4a മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4a സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 4a ബി എക്സ് പ്ലസ് 4ac ഈസ് ഇക്വൽ ടു 0 എന്നുള്ളത്. 4a എന്നുള്ളത് എല്ലാത്തിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ 4a എന്നുള്ളത് ചേർത്തപ്പോൾ നമുക്ക് ഇത് ഈ രൂപത്തിലേക്കായി. ആഡ് ബി സ്ക്വയർ ടു ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ബി സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതേ ഇതിൽ 4a സ്ക്വയർ എക്സ് സ്ക്വയർ എന്നുള്ളതിന് 2ax ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4ab എക്സിന് നമ്മൾ 2 ഇൻറ്റു 2ax ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ നമ്മൾ ഇതായി ആഡ് ചെയ്തു. ഇവിടെയും ഒരു ബി സ്ക്വയർ, ഈ സൈഡിൽ ബി സ്ക്വയർ നമ്മൾ ചേർക്കുമ്പോൾ വാല്യൂകൾ മാറ്റം വരികയില്ലല്ലോ. പിന്നെ 4ac എന്നുള്ളതാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയുള്ള പ്ലസ് 4ac നമ്മൾ ഈ RHS സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ 2ax സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2ax ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac. ഇവിടെ പ്ലസ് 4ac ഉണ്ടായിരുന്നു, RHSലേക്ക് മാറുമ്പോൾ മൈനസ് 4ac ആയി. ശരിക്കും ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 2ax ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2ax ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ ആണ് ഉള്ളത്. ഇത് നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഒരു രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2ax പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള അഥവാ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി പ്രകാരം ഐഡൻറ്റിറ്റിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലായ 2ax പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് നമ്മളതിനെ എഴുതും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളതിന് ഒരു സ്ക്വയർ രൂപത്തിലേക്ക് ആക്കുമ്പോൾ അതിന് സ്ക്വയർ റൂട്ടിലേക്ക് എഴുതും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള രൂപത്തിലേക്ക് എഴുതി നമ്മൾ അതിന് ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേ സംഖ്യ നമുക്ക് ഈ രൂപത്തിലേക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നത് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് റൂട്ടിലെഴുതി അതിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുത്താൽ രണ്ടും ഈക്വൽ തന്നെയാണ്, ഇത് രണ്ടും സെയിം ആണ് വാല്യൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പിന്നെ രണ്ടിൻ്റെയും നമ്മൾ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും 2ax പ്ലസ് ബി ഈക്വൽ ടു ബി സ്ക്വയർ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള രൂപത്തിലേക്കാവും. പിന്നെ എക്സ് ഈസ് ഇക്വൽ ടു ഇവിടെ 2axൻ്റെ എക്സ് ഈസ് ഇക്വൽ ടു വരുമ്പോൾ ഈ 2a എന്നുള്ളത് RHSലേക്കും പോകുമ്പോൾ ഡിവൈഡ് ബൈ 2a ആവും. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ എഴുതി ഈ പ്ലസ് ബി എന്നുള്ളത് ഭാഗത്ത് പോകും മൈനസ് ബി ആയി. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള രൂപത്തിലേക്ക് അങ്ങനെ ആയിട്ടുണ്ട്. ഈ രൂപത്തിലേക്ക് മാറുന്നതാണ്.
This gives two solution of the quadratic equation. ഇത് നമുക്ക് രണ്ട് quadratic equation സൊല്യൂഷൻ നമുക്ക് നൽകുന്നുണ്ട്. അഥവാ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്നതിൻ്റെ സൊല്യൂഷൻ അഥവാ അതിൻ്റെ റൂട്ട് എന്ന് പറയും. അതിൻ്റെ സൊല്യൂഷൻ്റെ റൂട്ട് എന്നുള്ളത് മൈനസ് ബി എക്സ് പ്ലസ് റൂട്ട് സ്ക്വയർ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ളതും. ഇത് ഒന്നുകിൽ നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട്. മൈനസ് ബി പ്ലസ് ആയിട്ടും ഇത് വരും, മൈനസ് ആയിട്ടും വരും. രണ്ടും ഇതിൻ്റെ എക്സിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ അതാണ് ഇവിടെ ആ പ്ലസിൻ്റെ സൊല്യൂഷനും മൈനസിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ മൈനസ് ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a, അതേപോലെ ആൻഡ് മൈനസ് ബി മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac 2a എന്നുള്ള രൂപത്തിലേക്ക് അതിൻ്റെ സൊല്യൂഷൻ മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഹിയർ ദ എക്സ്പ്രഷൻ ബി സ്ക്വയർ മൈനസ് 4ac എന്ന ഡിനോട്ടഡ് ബൈ ഡി. നമ്മൾ ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളതിനെ ഒരു ഡി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഈ ഡി നമ്മൾ വിളിക്കുന്നത് ഡിസ്ക്രിമിനൻറ്റ് എന്നുള്ള ഒരു ടേം ഉപയോഗിച്ചാണ് നമ്മൾ വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഡിറ്റർമിനൈസ് the number of the solution or nature of roots of a quadratic equation. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് എത്രത്തോളം സൊല്യൂഷനുകളുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ അത് സോൾവ് ചെയ്യാൻ എത്രത്തോളം മെത്തേഡുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ്. ഇതിന് ശേഷം നമ്മൾ ഉദാഹരണ സഹിതം ഓരോന്ന് വിശദീകരിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് ഡിസ്ക്രിമിനൻ്റ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. അഥവാ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം സൊല്യൂഷനുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഡിസ്ക്രിമിനൻ്റ് എന്നുള്ളതും പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0, എ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് എ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ അവിടെ ഡി എന്നുള്ളത് നമ്മൾ പറഞ്ഞു ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ആ വരുന്ന ബി സ്ക്വയർ മൈനസ് 4ac 0-നേക്കാളും വലുതാണെങ്കിൽ നമുക്കറിയാം അവിടെ രണ്ട് സൊല്യൂഷനുകൾ വരും. ദ ഇക്വേഷൻ ഹാസ് ടു റിയൽ ഡിസ്റ്റിങ്ഷൻ. നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതുപോലെ അവിടെ മൈനസ് ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ളതും മൈനസ് ബി മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ഈ രണ്ട് സൊല്യൂഷനുകൾ വരും. അഥവാ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് 0-നേക്കാളും വലുതാണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷനുകൾക്ക് രണ്ട് സൊല്യൂഷനുകൾ ഉണ്ടാവും എന്നർത്ഥം. എന്നാൽ ഇത് രണ്ടും ഈക്വലാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഉത്തരമായി ലഭിച്ചതെങ്കിൽ അവിടെ മനസ്സിലാക്കുക അവിടെ then the equation has two real equal roots each equal to minus b by 2a എന്നുള്ളതിനോട് ഈക്വൽ ആവുന്ന രണ്ട് റിയൽ ഇക്വേഷൻ ഈക്വൽ റൂട്ടുകളായിരിക്കും അതിന് വരിക എന്നുള്ളതാണ്. ഇനി മൈനസ് ആണെങ്കിൽ അഥവാ 0-നേക്കാൾ ചെറുതാണ് ഈ സംഖ്യ, അഥവാ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ ദ ഇക്വേഷൻ വിൽ നോട്ട് ഹാവ് എനി റിയൽ റൂട്ട്. ആ ഇക്വേഷൻ ഒരു റിയൽ റൂട്ടും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് റിയൽ നമ്പർ ഈസ് നോട്ട് എ റിയൽ നമ്പർ. നമ്മൾ സ്ക്വയർ റൂട്ടിൽ നെഗറ്റീവ് സംഖ്യകൾ പറയാറില്ല, അത് ഒരു റിയൽ നമ്പർ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ 0-നേക്കാൾ മൈനസ് ഒരിക്കലും നെഗറ്റീവായിട്ട് സ്ക്വയർ നമ്പറുകൾ വരികയില്ല. ദസ് ദി എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിൽ ഹാവ് അറ്റ് മോസ്റ്റ് 2 റൂട്ട്. അതുകൊണ്ട് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് പ്രധാനമായും രണ്ട് റൂട്ട്സാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഉദാഹരണം പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്തൗട്ട് ഡിറ്റർമിനിങ് ദ റൂട്ട്സ് കമൻറ്റ് ഓൺ ദ നാച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോവിങ് ഇക്വേഷൻ. വരുന്ന ഇക്വേഷന് എത്രത്തോളം നമ്പർ ഓഫ് സൊല്യൂഷൻ, ഇത് ചെയ്യാൻ എന്തെല്ലാം സൊല്യൂഷനുകൾ, എത്രത്തോളം സൊല്യൂഷനുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ നാച്ചർ വെച്ചിട്ട് പറയാനാണ്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 0-നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ട് സൊല്യൂഷൻ ഉണ്ട്, അത് ഏത് രൂപത്തിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് നമുക്ക് ഉദാഹരണ സഹിതം 3 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ആദ്യത്തെ സംഖ്യ സൊല്യൂഷൻ, ഒന്നാമത്തെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. 3x സ്ക്വയർ മൈനസ് 5x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. കമ്പയറിങ് ഇറ്റ് വിത്ത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്നിലേക്ക് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് സ്ക്വയറിൽ എ ഈസ് ഈക്വൽ ടു 3 എന്നുള്ളതാണ്, ബി ഈസ് ഈക്വൽ ടു -5 ആൻഡ് സി ഈസ് ഈക്വൽ ടു -2 എന്നുള്ളതാണ്. ഈ -2 എടുക്കുമ്പോൾ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബീൻ്റെ സ്ഥാനത്ത് വരുന്നത് -5 ആണ്. അപ്പോൾ -5 സ്ക്വയർ, പിന്നെ നമുക്ക് 4ac വരുന്നത് -4 × 3 × -2 ആണ്. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 3,
സി ഈസ് ഈക്വൽ ടു -2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ -4 × 3 × -2 ഈസ് ഈക്വൽ ടു നമുക്ക് മനസ്സിലാക്കും 25 + 24 ഈസ് ഈക്വൽ ടു 49. ഈ 49 എന്നുള്ളതാണ് നമുക്ക് ആൻസറായി ലഭിച്ചിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാം, ഇത് 0-നേക്കാളും വലുതാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ ഹാസ് 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷന് 2 വ്യത്യസ്തമായ റൂട്ടുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ ഉദാഹരണമായ കമ്പയറിംഗ് ദി ഇക്വേഷൻ 2x² + x + 1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതിന് നമ്മൾ വിത്ത് x² + bx + c ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം എൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്, b ഈസ് ഈക്വൽ ടു 1 ആണ്, c ഈസ് ഈക്വൽ ടു 1 ആണ്. ഇതിന് നമ്മൾ നമുക്കറിയാം d ഈസ് ഈക്വൽ ടു b² - 4ac ആണ്. അപ്പോൾ ഇതിനോട് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ 1² - 4ac എന്നുള്ളിടത്ത് -4 × എൻ്റെ സ്ഥാനത്ത് വരുന്നത് 2, ബീൻ്റെ സ്ഥാനത്ത് വരുന്നത് 1 ആണല്ലോ. -4 × 2 × 1 ഈസ് ഈക്വൽ ടു 1 - 8 ഈസ് ഈക്വൽ ടു -7 ആണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. -7 ഉത്തരം ലഭിക്കുമ്പോൾ നമുക്കറിയാം ഡി അത് 0-നേക്കാളും ചെറുതാണ്. 0-നേക്കാളും ചെറുതാകുമ്പോൾ ദി ഇക്വേഷൻ ഡസ് നോട്ട് ഹാവ് എനി റിയൽ റൂട്ട്. അതുകൊണ്ട് ഈ ഒരു ഇതിന് റിയൽ റൂട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു 0-ന് താഴെയാണ് ഡീൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ അത് ഇക്വേഷൻ ഡസ് നോട്ട് ഹാവ് എനി റിയൽ റൂട്ട്. ആ ഇക്വേഷന് ഒരു റിയൽ റൂട്ടും ഇല്ല എന്ന് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഉണർത്തിയിരുന്നല്ലോ. പിന്നെ മൂന്നാമത്തെ ഉദാഹരണം കമ്പയറിംഗ് ദി ഇക്വേഷൻ x² + 2x + 1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതിനെ നമ്മൾ x² + bx + c ഈസ് ഈക്വൽ ടു 0 കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാനത്ത് നമുക്കറിയാം a ഈസ് ഈക്വൽ ടു 1 ആണ്, b ഈസ് ഈക്വൽ ടു 2 ആണ്, c ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിനെ b² - 4ac തുല്യം ചെയ്യുമ്പോൾ 2² - 4 × 1 × 1 ആണ് വരിക, ഈസ് ഈക്വൽ ടു 0 ആണ്. d ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ദി ഇക്വേഷൻ ഹാസ് 2 ഈക്വൽ റൂട്ട്സ്. ഇക്വേഷന് 2 ഈക്വൽ റൂട്ടുകളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടെത്താനുള്ളത്. ഇനി നമ്മളൊരു ഉദാഹരണ സഹിതം നോക്കാം. യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 6x² - 19x + 15 ഈസ് ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ഇതിൻ്റെ റൂട്ടുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെല്ലാം റൂട്ടുകളുണ്ട് എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വി ഗെറ്റ് a ഈസ് ഈക്വൽ ടു 6, b ഈസ് ഈക്വൽ ടു -19, c ഈസ് ഈക്വൽ ടു 15. അപ്പോൾ നമ്മൾ d ഈസ് ഈക്വൽ ടു -b² - 4ac ആണ് നമ്മൾ പറഞ്ഞു. അതിലേക്ക് തുലനം ചെയ്യുമ്പോൾ -19² - 4 × 6 × 15 ചെയ്യുമ്പോൾ നമുക്കറിയാം 361 - 360 ഈസ് ഈക്വൽ ടു 1 ആണ് ഉത്തരം. Therefore റൂട്ട്സ് ആർ ഗിവൺ ബൈ x ഈസ് ഈക്വൽ ടു നമ്മൾ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ x ഈസ് ഈക്വൽ ടു -b ± b² - 4ac/2a എന്നുള്ളതിന് നമ്മൾ ഇതിൻ്റെ ഈ ഒരു വാല്യൂ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ബീൻ്റെ വാല്യൂ നമുക്ക് പറയാം 19 ആണ്. അപ്പോൾ b ഈസ് ഈക്വൽ ടു 19 ± പിന്നെ b² - 4ac റൂട്ട് b² - 4ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു d ആണ്, d ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ √1 / 12 2a ഈസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ 6 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 12. ഇതാണ് ഒരു സൊല്യൂഷൻ. അത് നമ്മൾ ചെയ്യുമ്പോൾ 19 ± 1/12 എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ ദ റൂട്ട്സ് ആർ 19 + 1/12 ഈസ് ഈക്വൽ ടു 5/3. മറ്റൊരു റൂട്ട് 19 - 1/12 ഈസ് ഈക്വൽ ടു 3/2. അപ്പോൾ ദ 2 റൂട്ട്സ് ആർ 5/3 ആൻഡ് 3/2. അപ്പോൾ ഇതിൻ്റെ 2 റൂട്ടുകൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുലക്കുള്ള 2 റൂട്ടുകൾ ഒന്ന് 5/3 ആൻഡ് 3/2 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് m എന്ന ലെറ്ററിൻ്റെ വാല്യൂ കണ്ടെത്താണ്. സോ ദാറ്റ് ദ ഇക്വേഷൻ 3x² + mx - 5 ഈസ് ഈക്വൽ ടു 0 ഹാസ് ഈക്വൽ റൂട്ട്സ്. അതിന് ഈക്വൽ റൂട്ടുള്ള ഈ ഇക്വേഷനാണ്. അതിൻ്റെ എമ്മിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പിന്നെ x² + bx + c ഈസ് ഈക്വൽ ടു 0 നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് a ഈസ് ഈക്വൽ ടു 3, b ഈസ് ഈക്വൽ ടു m, c ഈസ് ഈക്വൽ ടു -5 ആണ്. അപ്പോൾ
ഈക്വൽ റൂട്ട്സ് നമ്മൾ പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ട് ഈക്വൽ റൂട്ട് ആകുമ്പോൾ d is equal to b square minus 4ac is equal to 0 ആണ് വരിക. ഓർ m square is equal to 0 ആണ് വരുന്നത്. അപ്പോൾ m square minus 4a into 3 into minus 5 is equal to 0. നമ്മൾ d is equal to b square minus 4ac is equal to 0 എന്ന് പറയുമ്പോൾ ഇവിടെ b സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വരുന്നത് m ആണല്ലോ. അപ്പോൾ m സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥാനത്ത് വരുന്നതും 3 ആണ് -5. അപ്പോൾ 4ac is equal to 0 ആണ് ഉത്തരം വരിക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ m സ്ക്വയർ is equal to നമുക്കറിയാം 60 ആണ് ലഭിക്കുന്നത്. ഇതിനെ ഈ -60 ആയിരിക്കും ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +60 ആവും. m square is equal to 60. This gives m is equal to 2 into root 15. 2 into root 15 ആണ് 60 ആയി വരുന്നത്. അപ്പോൾ for m is equal to plus or minus 2 root 15. The equation will have equal root. ഇതിന് ഈ ഇക്വേഷന് ഈക്വൽ റൂട്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുലകൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ വെച്ച് നന്ദി. താങ്ക് യു വെരി മച്ച്.